ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇങ്ങനൊരു വീഡിയോ സത്യം പറഞ്ഞാൽ ചെയ്യണം എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങൾ ലൈഫിൽ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും വിചാരിച്ചല്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഡോറേനെ അങ്ങനെ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാൻ വേണ്ടി നമ്മൾ ഡോറേനെ അങ്ങനെ ഇരുത്തിയിട്ടില്ല. പക്ഷേ ഇത് സമൂഹത്തിലേക്ക് ഒരു അറിവായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഡോറയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് നല്ലതായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഡോറയെ ഇരുത്തിയത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡോറേനും കൂടി ഇരുത്താമെന്ന് വിചാരിച്ചത്. ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എപ്പോഴത്തേയും പോലെ ഞാനായിരിക്കും. കാരണം ഡോറ ആണെങ്കിൽ അത്രയും അങ്ങോട്ട് അങ്ങനെ സംസാരിക്കാനൊന്നും ഡോറയ്ക്ക് അറിയില്ല. എങ്കിലും അവളുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ അവൾ ഇന്ന് കാര്യങ്ങൾ സംസാരിക്കും. അതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാടൊന്നും വലിച്ചിടുന്നില്ല. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ കണ്ടുവരുന്നതാണ് ആത്മഹത്യാ പ്രേരണ, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത, ആത്മഹത്യാ ശ്രമങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ടില്ലേ. ചിലതൊക്കെയാണെങ്കിൽ ചില ശ്രമങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് വിജയം കാണാറുമുണ്ട്, അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് പരാജയമായിരിക്കും. അപ്പോൾ നമ്മളിപ്പം ഒരുപാടധികം ഭർത്തപീഡനം, അതുപോലെ തന്നെ ഭർത്ത വീട്ടുകാരുടെ പീഡനം കൊണ്ടൊക്കെ ഒരുപാട് ആത്മഹത്യയും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. കൊലപാതകങ്ങൾ കാണുന്നുണ്ട്. അതായത് ഒരു നിമിഷത്തെ നമ്മുടെ ദേഷ്യത്തിന് പുറത്തല്ലേ, ഒരു നിമിഷത്തെ നമ്മുടെ ആണെങ്കിൽ നഷ്ടബോധത്തിൻ്റെ പുറത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ആത്മഹത്യ ഒരിക്കലും ഒന്നിനുമുള്ള ഒരു സൊല്യൂഷനല്ല. ഇപ്പം അവർക്കത് വിജയിക്കും അല്ലെങ്കിൽ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവർ പെട്ടെന്നൊരു നിമിഷത്തിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ ഈ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് ആർക്കാണ് സത്യത്തിൽ ലാഭം? നമ്മൾ ആ ഒരു വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് സത്യത്തിൽ ലാഭം? നമ്മളെ ദ്രോഹിച്ച ആൾക്കാർക്ക് നമ്മളെ കൊണ്ടുള്ള ശല്യം തീർന്നു, അതാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതല്ലാതെ ഒരു തരത്തിലുള്ള ഗുണവും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ ചില ആത്മഹത്യകളെന്ന് വെച്ചാൽ ജീവിതം മടുത്തിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ. സത്യത്തിൽ ജനിപ്പിച്ച കുഞ്ഞിനെ കൊന്ന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം തകർന്നിട്ടായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ. അവരെ നമുക്കങ്ങനെ ഒരിക്കലും മോശമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു നല്ല പ്രവൃത്തിയുമല്ല, നല്ല കാര്യവുമല്ല, അതൊന്നിനുമുള്ള ഒരു സൊല്യൂഷനല്ല. സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ ഇവിടെ നിന്ന് കളിക്കുകയാണ്. കരയാതിരിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഗൾഫ് നാട്ടിൽ വെച്ച് 2 യുവതികൾ ആത്മഹത്യ ചെയ്തു. 2ഉം ഭർത്തപീഡനം കാരണമാണ് എന്നാണ് പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ചാണ് കുറച്ച് സംസാരിക്കാനായിട്ടുള്ളത്. ഇപ്പം ഭർത്താക്കന്മാർ തന്നെയാണോ സത്യം പറഞ്ഞാൽ ഇവർ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ 100% ഭർത്താക്കന്മാർ മാത്രമാണ് ഇതിനുള്ള റീസൺ എന്ന് പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ വേണ്ടപ്പെട്ടവരോട് പറയുമ്പോൾ നീ ഒന്ന് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, കുടുംബമാകുമ്പോൾ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് പല ആൾക്കാരും അവരെ ആണെങ്കിൽ അങ്ങനെ വിട്ടേക്കുന്നത്. പക്ഷേ ആ സമയത്ത് മുതിർന്നവർ വന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ചൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ നമുക്കവിടെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു തോന്നൽ വരും, എൻ്റെ കൂടെ നിൽക്കാൻ ആൾ ഉണ്ടെന്നുള്ളത്, സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കാൻ ആളുണ്ടല്ലോ, എന്താന്ന് തിരക്കാനുള്ള ഒരു ആളുണ്ടല്ലോ എന്ന് വിചാരിക്കും. ലവ് മാരേജ് ആകുമ്പോഴും നീ തിരഞ്ഞെടുത്തല്ലേ, നിന്റെ ഇഷ്ടം പോലെ കുറ്റപ്പെടുത്തലാണ് അപ്പോൾ കൂടുതൽ വരുന്നത്. കൂടെ ഉള്ളവരിൽ നിന്ന് തന്നെ കുറ്റപ്പെടുത്തലായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലും മനക്കരുത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അവരും സ്വയം ചിന്തിക്കും, ശരിയാ, ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ടാണല്ലോ അവരങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തതെന്ന്. അതും അവർക്ക് ഈ ആത്മഹത്യ ചെയ്തവർക്ക് അതും മനസ്സിലൊരു ഇതായിട്ട് കിടക്കുകയും ചെയ്യും. ഇപ്പം കൂടുതലായിട്ടും അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിൽ പറയുന്ന വാക്കുകളാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണം, കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ. അവിടെ ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ആ വ്യക്തികൾക്ക് കിട്ടുന്നില്ല. ഈ ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരുന്നത് വർഷങ്ങളായിട്ട് തീരുമാനിച്ചു കൊണ്ടുവരുന്നൊരു കാര്യമല്ല. പെട്ടെന്ന് തങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നലിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു നിമിഷത്തെ ഒരു ചിന്ത മാത്രമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. ആ ഒരു നിമിഷത്തെ ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ 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 അവരെ വലിയതായിട്ട് സ്ട്രോങ് ആക്കും. ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ അനുഭവം പറയുന്നതിന് മുമ്പേ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ
പറയില്ല, ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണുള്ളത്, ഭയങ്കര ബഹുമാനം എനിക്ക് അവരോടുണ്ട്. കാരണം വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു കുട്ടിയുള്ളതാണ് അവർക്ക്. ഇതുപോലെ തന്നെ ഒരുപാടധികം പീഡനങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാടധികം പീഡനങ്ങൾ, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് പിന്നെയും കുറച്ച് മറക്കാനല്ലേ പോട്ടെ നിൽക്കും. പക്ഷെ അവരെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും ഓരോ ദിവസവും കുറ്റപ്പെടുത്തി ആ ഒരു മനസ്സിനെ ഭയങ്കരമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കത് താങ്ങാവുന്നതിലും പരിധിയിൽ കൂടുതലാണ്, സഹിക്കത്തില്ല ഒരു പെൺകുട്ടികളും. ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അവർ, വർഷങ്ങളായിട്ട് കാണുന്നത്. കാരണം അവരെ ഞങ്ങൾ കാണുന്ന സമയത്ത് എങ്ങനെ ആയിരുന്നു എന്നുള്ളതും ഇപ്പോൾ അവരെങ്ങനെയാണെന്നുള്ളതും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഞങ്ങൾ കാണുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയെ അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും അവർ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പം ഒട്ടും തന്നെ ഓക്കെ അല്ല എന്ന് വെച്ചാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്നും ഓക്കെ അല്ല. വേറൊരു സംഭവം ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ തളർത്തുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും ഒരു അസുഖം വരിക എന്നുള്ളത്. ഒരു അസുഖം വരിക എന്നുള്ളത് ഏറ്റവും വലിയ മനുഷ്യനെ തളർത്തുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഈ പറയുന്ന വ്യക്തിക്ക് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. അവർക്ക് കൂടെ നിൽക്കാൻ വീട്ടുകാരില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, അതുപോലെ തന്നെ ഭർത്താവും കൂടെ നിൽക്കുന്നില്ല. വേറൊരു അഫെയറിലാണ് പുള്ളിക്കാരൻ. ഇതിപ്പോൾ പറയുമ്പം ആ വ്യക്തിക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നെനിക്ക് അറിയില്ല. പക്ഷേ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഇതെടുത്തപ്പം പെട്ടെന്ന് ആ വ്യക്തിയാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത് കേട്ടോ. പക്ഷേ സംഗതി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യുന്ന സമയത്തും നമ്മളോട് കാര്യങ്ങൾ പറയുന്ന സമയത്തും നമ്മൾ അവരോട് അതിനുള്ള സൊല്യൂഷൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില സൊല്യൂഷൻ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്, ചില അംഗീകരിക്കാറില്ല. കാരണം വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അവരുടേതായിട്ടുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണ് എനിക്കറിയില്ല. കാരണം അവർ ചിലപ്പോൾ നമ്മളോട് ദേഷിക്കാൻ വഴക്കിടാം. പക്ഷേ എനിക്ക് അവരോട് എന്നും ഒരു ബഹുമാനമുണ്ട്. കാരണം വെച്ചാൽ ഈ പ്രശ്നങ്ങളിലും അവർ ഈ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ ആത്മഹത്യ എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോയത്. പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, പക്ഷേ എങ്കിലും ചില സമയത്തൊക്കെ ഞാൻ ഒറ്റപ്പെട്ട് പോയല്ലോ, എനിക്ക് ആരും ഇല്ലല്ലോ, എന്നെ ഒന്ന് താങ്ങാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ എനിക്ക് ചിന്ത വരാറുണ്ട്. ഞാൻ ഡിപ്രഷനിലോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നോട് അവർ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് എന്നെ വിളിക്കുന്ന സമയത്ത്, നീയായിട്ട് തിരഞ്ഞെടുത്തല്ലേ, അപ്പോൾ നീയായിട്ട് അനുഭവിക്കണം, നീ തിരഞ്ഞെടുത്തൊരു ജീവിതമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്. അപ്പം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമുക്കിപ്പം ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഈ അറേഞ്ച് മാരേജ് ചെയ്യുന്ന ഈ പയ്യൻ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണോ വീട്ടുകാർ കെട്ടിച്ചേരുന്നത്. അവർ പുറത്തേക്ക് ഒന്ന് അന്വേഷിക്കും, ചെറുക്കൻ്റെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കും, ചെറുക്കനോട് സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്തുള്ള ഓക്കെ ആക്കലാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അതല്ലാതെ മാസങ്ങളായിട്ട് ഈ ചെറുക്കനെ നിരീക്ഷിച്ച് ചെറുക്കൻ്റെ സ്വഭാവം മൊത്തം കണ്ടുപിടിച്ചിട്ടാണ് ഇവർ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത്. അല്ല, ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ഒന്ന് പരിസരത്ത് പോയി അന്വേഷിച്ചു, ചെറുക്കൻ്റെ സ്വഭാവം മനസ്സിലാക്കി, അവിടെ കൊണ്ട് തീർന്നു, അവർ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. ഇതാണ് പല അറേഞ്ച് മാരേജ് നടക്കുന്നത്. അല്ലാതെ മാസങ്ങളെടുത്ത് ചെറുക്കനെ നിരീക്ഷിച്ചൊന്നും അല്ല. ഈ ലവ് മാരേജ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. സത്യത്തിൽ രണ്ടും ഈ അറേഞ്ച് മാരേജിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലവ് മാരേജ് തന്നെ ആയിരിക്കും. കാരണം രണ്ടുപേർക്കും മനസ്സിലാക്കി, ഈ ഒരു പ്രണയിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ചില ആൾക്കാരുണ്ട്, ചില ഒരു പ്രശ്നം എന്ന് വെച്ചിട്ട് ഇടയ്ക്ക് കയറൂല. ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചിരുന്ന സമയത്ത് നല്ല ഡീപ്പായിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. പക്ഷേ എല്ലാവരുടെയും അല്ല, ചിലവർക്ക് ഒരു 1-2 വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പം ഒന്നെങ്കിൽ വേറൊരു അഫെയറിലേക്ക് വരാം, അതല്ലെങ്കിൽ പിന്നീട് അവർക്കിടയിൽ പൊരുത്തപ്പെട്ടു പോവാ, അതിഷ്ടമല്ല, അത് ചെയ്യരുത്. പക്ഷെ സ്നേഹിക്കുന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അതിപ്പോൾ 2 രീതിയിലും ആയിരിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ സ്നേഹിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എനിക്ക് അവളെ പൂർണ്ണ വിശ്വാസം, അവനെ എനിക്ക് പൂർണ്ണ വിശ്വാസം, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യരാണ്, സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എല്ലാവരുടെയും മാറാനുള്ള ചാൻസ് ഉണ്ടാകും. ഇപ്പോൾ ഒരിക്കലും അതുകൊണ്ടേ പറ്റത്തുള്ളൂ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഒരു പരിധി കൂടുതൽ ഒരിക്കലും ആർക്കും, പെൺകുട്ടികൾക്കാണെങ്കിലും ശരി ആണുങ്ങൾക്കാണെങ്കിലും ശരി, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു, പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ
വേറൊരു സംഭവം എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികളും രണ്ട് സാഹചര്യത്തിൽ വളരുന്ന ആൾക്കാരാണ്. ഇപ്പം എക്സാമ്പിൾ ഞങ്ങളുടെ കാര്യം പറയാം. ഞാൻ വളർന്ന സാഹചര്യത്തിലല്ല ഡോറ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില സ്വഭാവങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെയും ഡോറയുടെയും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിലും ചില പ്രശ്നങ്ങൾ, ദേഷ്യപ്പെടലും പിണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അത് മനസ്സിലിട്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ട് അത് അവിടെ തീർക്കണം, അല്ലാതെ അത് വിചാരിച്ചുകൊണ്ട്. മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫിനും ഇടയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാമതൊരാളെ നമ്മൾ കൊണ്ടുവന്ന് നിർത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ ചോദിക്കും, നീ നേരത്തെ പറഞ്ഞില്ലേ ബന്ധുക്കളെ മുതിർന്ന ആൾക്കാരാരെങ്കിലും ഇടപെടുത്തി അങ്ങനെ സംസാരിപ്പിച്ചൂടെ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം ഞങ്ങൾക്കിടയിലുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ഇടപെടേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കിടയില്ല. ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം ഇവക്ക് കുറച്ച് OCDയുടെ കാര്യങ്ങളുണ്ട്, കുറച്ച് എന്നേക്കാളും വൃത്തി കുറച്ച് കൂടുതലാണ്. എനിക്ക് വൃത്തി ഇല്ല എന്നല്ല, പക്ഷെ ഞാൻ ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് ചിലപ്പം ബെഡിൽ ഡ്രസ്സ് ഇടാറുണ്ട്, കസേരയിൽ ഡ്രസ്സ് ഇടാറുണ്ട്, കഥകിൽ ചിലപ്പോൾ ഡ്രസ്സ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഷൂസൊക്കെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പം ഹാളിൻ്റെ സൈഡിൽ വെക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു സൈഡിലായിരിക്കും ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. പ്രോപ്പറായിട്ട് വെക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല ഞാൻ വെക്കുന്നത്. അപ്പം പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെടാറില്ല. പുള്ളിക്കാരി അതിൻ്റെ പേരിൽ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഞാൻ അവിടെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കാം. ഇതൊക്കെയെന്ന് വെച്ചാൽ മൂന്നാമതൊരാളെ കൊണ്ടുവരേണ്ട സംസാരങ്ങളല്ല. പക്ഷേ ഒരു കയ്യേറ്റം അല്ലെങ്കിൽ ഒരു പരസ്ത്രീ ബന്ധം, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, താങ്ങാൻ കഴിയാത്തൊരു പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അത് അറേഞ്ച് മാരേജ് ആണെങ്കിൽ ലവ് മാരേജ് ആണെങ്കിൽ. ഇനി അറേഞ്ച് മാരേജ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ല ലവ് മാരേജ് ആണെങ്കിൽ ആ ലവ് മാരേജിൽ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് പറയുമ്പോൾ അത് നീയായിട്ട് തിരഞ്ഞെടുത്തില്ലേ, നീയായിട്ട് എന്താണെന്ന് വെച്ചാൽ കാണിക്കുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ആത്മഹത്യ അല്ല അതിനുള്ള ഒരു പോം വഴി എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുമുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. നാളെ സമയത്ത് മറ്റാരെങ്കിലും നിങ്ങളുടെ ചോദ്യം ചെയ്യാൻ വരികയാണെങ്കിൽ ഞാനിത് നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് നമുക്കവിടെ പറയാൻ പറ്റും. കുറച്ചുകൂടെ നമുക്ക് സ്ട്രോങ് ആകാനും പറ്റും. ഓക്കെ, എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് പോകുന്നതിന് മുൻപേ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കുക. ഇപ്പം ഈ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളെങ്ങനെയായിരുന്നു ജീവിച്ചത്, ആ ഒരു ജീവിതത്തെ നമ്മൾ ഓർക്കുക. അതിനുശേഷം എന്നെക്കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പോലും എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, എനിക്കിവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളൊരു സൊല്യൂഷൻ വരും. നമുക്കിപ്പം റോഡിലേക്ക് ഇറങ്ങിയാൽ പോലും നമ്മളെ ആണെങ്കിൽ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ എനിക്ക് ആരുമില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എനിക്കിനി ജീവിക്കേണ്ട, അല്ലെങ്കിൽ എന്നെ ഇനി നോക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. അത്തരത്തിലുള്ള ചിന്തകൾ ഇപ്പം ഈ പറഞ്ഞ കണക്ക് ആത്മഹത്യ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ വ്യക്തി ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു, ഒരുപാടധികം വേദനയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും പോയിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഞങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. ആകെ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആ വ്യക്തിയുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക, ഒന്ന് മനസ്സിനെ ഞങ്ങൾക്കൊന്ന് സമാധാനപ്പെടുത്തുക, അത്രമാത്രമേ ആ വ്യക്തിയെടുത്ത് ഞങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഞങ്ങളെക്കാളും ആ വ്യക്തി സ്ട്രോങ് ആണ്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഞാനാണെങ്കിലും ഡോറയാണെങ്കിലും ഈ പറഞ്ഞ വ്യക്തിയോട് ഞങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് സൊല്യൂഷൻ പറഞ്ഞു തന്ന വ്യക്തിയാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത്രയും തകർന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു തകർന്ന അവസ്ഥയിലാണെങ്കിലും അവർ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഞാൻ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോരാളിയാണ് ഞാൻ ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ അവർക്കുള്ള ഏറ്റവും വലിയൊരു അസുഖമാണുള്ളത്. ആ അസുഖമൊക്കെ ഉണ്ടായിട്ട് പോലും അവർ ഇത്രയും പൊരുതി അവർ മുന്നോട്ട് പോകുന്നുണ്ട്, ഇത്രയും പൊരുതി അവർ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ മുൻപിൽ ഒരുപാട് സൊല്യൂഷൻ ഉണ്ടായിട്ട് പോലും അത് വേണ്ട എന്ന് വെച്ച് ആത്മഹത്യയിലേക്ക് പോകുന്നത് വളരെ എന്താ പറയുക മണ്ടത്തരമാണ്. സത്യം പറഞ്ഞാൽ വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ഒരാളെ നമുക്ക് തോൽപ്പിക്കുന്നത് നമ്മൾ ആത്മഹത്യ ചെയ്തിട്ടാകരുത്. ആ വ്യക്തിക്ക് മുൻപിൽ അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിച്ച് കാണിച്ചിട്ട് വേണം. എനിക്കിത് പറയാൻ എന്താ അർഹതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ കണക്ക് ആത്മഹത്യയും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു
ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. 3 എടുത്തുണ്ട്. 1 2 3 എടുത്ത് ഞാനും ഇതുപോലെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങൾ വന്ന ആ ബന്ധം പോയതിന് ശേഷം എൻ്റെ നാട്ടിൽ നിന്നും തന്നെ പലരുടെയും സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്വഭാവം ശരിയല്ല, ഞാൻ പെണ്ണുപിടിയനാണ്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു ലവ് അഫെയർ പൊട്ടിയ സമയത്താണ്. നിങ്ങൾ ആലോചിക്കുക, വേറെ എക്സ്ട്രാ അഫെയർ ബന്ധത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് എന്നെ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിനോടൊരു വ്യക്തി പറഞ്ഞാണ്, അവൻ ശരിയല്ല, അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ പെണ്ണുപിടിയാൻ നീ അവൻ്റെ കൂടെ കൂട്ടുകൂടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നു പോയി. പിന്നെ ആ സമയത്തെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് തകർന്നിരിക്കുന്ന സമയം, ആ സമയത്ത് ഞാനും കേട്ടതാണ് ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തൽ. കാരണം എൻ്റെ ചുറ്റും നിന്ന് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് സപ്പോർട്ട് തന്നിരുന്ന ആൾക്കാരാണെങ്കിൽ പരിചയക്കാരാണെങ്കിലും എന്നോട് പറഞ്ഞു, നീയായിട്ട് തിരഞ്ഞെടുത്തില്ലയോ, നീയായിട്ട് അനുഭവിക്കാതെ വേറെ എന്താ വഴി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞാനും അന്ന് നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഞാനത്ര സ്ട്രോങ് ഒന്നുമില്ലായിരുന്നു. ഞാനും ആ സമയത്ത് ചിന്തിച്ചാൽ എന്തിനാ ഇങ്ങനൊരു ജീവിതം, അതിനേക്കാളും നല്ലത് ജീവിതം അവസാനിപ്പിക്കുന്നില്ല നല്ലത് എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനും പല കാര്യങ്ങളും ചെയ്തത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ടൊരു ജീവിതം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ചിന്തകൾ മാറി. കാരണം നമുക്ക് എന്താ പറയുന്നത്, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടേതായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല, അതിന് നമ്മൾ തന്നെ വേണം. കുറ്റപ്പെടുത്താൻ ഒരുപാട് പേര് കാണും, പക്ഷെ താങ്ങാൻ വളരെ കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. എവിടെയാണോ നമുക്ക് താങ്ങ് കിട്ടുന്നത് ആ താങ്ങ് നമ്മൾ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാടധികം പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. വ്യക്തികൾക്കൊക്കെ മുന്നിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ജീവിച്ച് കാണിക്കുന്നത്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. ഇത്രയധികം പ്രശ്നങ്ങൾ വന്നു, ഇത്രയധികം ബുദ്ധിമുട്ടുകൾ വന്നു, ആത്മഹത്യ വേദനയും ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ മുൻപൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റാതായപ്പം മോനെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ രണ്ടും കൂടി തന്നെ ആത്മഹത്യ ചെയ്ത് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിനെ നോക്കാനെങ്കിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. കാരണം അത്രയ്ക്കും ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നു. പക്ഷേ അന്ന് ഞങ്ങളത് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കില്ല, അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു കാര്യത്തെ ഞങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റി. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും മാറി ചിന്തിക്കാനുള്ളൊരു കഴിവ് ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ഉറപ്പാണ് ഒരുപക്ഷെ ഞങ്ങളും ഇപ്പൊ ഈ ആൾക്കാർ ചിന്തിച്ചതുപോലെയാണ് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല. ഒരു വശം നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വന്നു കഴിയുമ്പോൾ ചിലതിൽ നിന്നൊക്കെ നമ്മൾ അത് പൊരുതി കഴിയുമ്പോൾ നമുക്ക് അതിനെ ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാകാറുണ്ട്. അത് ഞങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് പ്രശ്നം വന്ന സമയത്ത് ഞങ്ങളെ താങ്ങാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്ന പല ആൾക്കാരും ഞങ്ങൾ അടിച്ചു താക്കാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തകർന്നു പോയെന്ന് പറഞ്ഞാൽ ഒരുപാട് തളർന്നു പോയി, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾ ചിന്തിച്ചപ്പം നമ്മളങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ആരും കൊണ്ട് തരത്തില്ല. നമ്മളവിടെ ഇരുന്ന് പോകത്തുള്ളൂ. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. ഇപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഓക്കെ, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഈ യൂട്യൂബ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്കാണ് നഷ്ടമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്കാണെങ്കിൽ എന്താ പറയുക, ശരിയാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ആൾക്കാർ പറയുന്ന കണക്ക് പിച്ച ചോദിക്കേണ്ടി വന്നു, നിരക്കേണ്ടി വന്നു. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ ആണെങ്കിൽ ഞങ്ങളുടെ ജീവൻ കളയാതെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഞങ്ങളുടെ അഭിമാനം പോയെന്നേ ഉള്ളൂ, പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ ജീവിതം പോയില്ല, ഞങ്ങളുടെ ജീവിതം നശിച്ചു പോയില്ല. ഞങ്ങൾക്ക് അത് വീണ്ടും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് അതിനൊരു വഴി തുറന്നു വന്നു, സത്യമാണ്. അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും. ഒരു റിലേഷൻഷിപ്പ് തകരുന്നത് കൊണ്ടോ ഒരു ബന്ധം തകരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ തള്ളിക്കളയുന്നത് കൊണ്ടോ അവിടെ തീരുന്നില്ല നമ്മുടെ ജീവിതം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് എത്ര പേരെ ഉണ്ടോ അതുവരെ നമ്മൾ പോട്ടെ. ഒരു സ്വാഭാവിക മരണമാണോ, വാങ്ക് വിളിക്കുന്നു, പക്ഷേ എങ്കിലും നമുക്ക് സമയം ഒരുപാടായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് തീർക്കാൻ സാധാരണ വാങ്ക് വിളിക്കും ഞങ്ങളിവിടെ സംസാരിക്കാറില്ല. പക്ഷേങ്കിൽ സമയം ഒരുപാടായി, ചോറും കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തങ്ങ് തീർത്തിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഒരു സ്വാഭാവിക മരണം, ഒരു ആക്സിഡൻറ്റ് മരണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം പിടിച്ച് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമുക്ക് മരണം, ആ മരണം വരെ നമ്മൾ പോട്ടെ, നമ്മുടെ ജീവിതം അതുവരെ പോട്ടെ. അതല്ലാതെ നമ്മുടെ ജീവിതം നമ്മൾ എന്തിനാണ് തകർക്കുന്നത്, എന്തിനാണ് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നില്ല, ദോഷം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ദോഷങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലത് വെറുതെ നമ്മുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കാതെ നമുക്ക് കഴിയുന്ന അത്രയും നമ്മൾ പോരാടാൻ ശ്രമിക്കുക. ഈ
നമ്മുടെ മുൻപിൽ പണ്ട് നമ്മുടെ പല അമ്മമാരും പല നമുക്കറിയാവുന്ന പല ആൾക്കാരും ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. ഇന്ന് നമ്മളിത് കൂടുതൽ അറിയുന്നത് സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമ്മളിത് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അറിയുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് പൊരുതാൻ അന്നത്തെ സ്ത്രീകൾ തയ്യാറായിരുന്നു. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നത്തെ സ്ത്രീകൾ അത് സഹിക്കാനും പൊരുതാനും ആത്മഹത്യ എന്നുള്ളൊരു ഇതിലോട്ട് പോവാതെ അവർ പൊരുതി മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പല മക്കളും അവരെ കണ്ട് വളർന്നു വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിടാനായിട്ടുള്ളൊരു ത്രാണിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ കുറ്റപ്പെടുത്തലുകൾ തന്നെയാണ്. ഒരാളുടെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് അതിനകത്തോട്ട് നമ്മൾ വീണ്ടും തകരുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒരു മുറിവ് നമുക്കുണ്ടായി, ആ മുറിവ് ഉണങ്ങാൻ സമ്മതിക്കാതെ നമ്മൾ വീണ്ടും ആ മുറിവിനകത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മുറിവ് പഴുക്കുക ചെയ്യുന്നത്. പഴുത്ത് ചിലപ്പോൾ വ്രണമായി അതിനകത്ത് പുഴു കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അവയവം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ആ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഒരാൾ തകർന്നിരിക്കുന്ന സമയത്ത് ആ മനസ്സിന് വീണ് തകർക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് തകർന്ന് ലാസ്റ്റിന് തകരാനൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കിനി ചെയ്യാനൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിത വഴി എന്ന് പറയുന്നത് ഈ ആത്മഹത്യ ആയിരിക്കും. ആത്മഹത്യയിലേക്ക് നമ്മൾ തന്നെയാണ് പലരെയും തള്ളിവിടുന്നത്. പല മാതാപിതാക്കളും ചെയ്യുന്നൊരു കാര്യമാണ്. വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വിളിച്ച് പറയുന്ന സമയത്ത് ഇപ്പം ചിലയിടത്ത് കാണുന്നതെന്ന് വെച്ചാൽ അമ്മമാരല്ല അച്ഛന്മാർ തന്നെ മക്കളോട് പറയും, നീ അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം, അവനെ അങ്ങനെ താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് ചില മാതാപിതാക്കൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വാ, നമ്മളുണ്ട് കൂടെ എന്ന് പറയുന്ന മാതാപിതാക്കളും ഉണ്ട്. അതേപോലെ തന്നെയാണ് ചില മാതാപിതാക്കൾ പറയുന്നത്, നിന്നെ കെട്ടിച്ചു വിട്ടില്ലേ, നിനക്ക് കെട്ടിയ വീട്ടിൽ പോയി ഇന്ന് സമാധാനത്തോടെ ജീവിക്കാൻ അറിയത്തില്ലേ, നീ അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം, എന്താ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ ഇവിടെ ഇത്ര നാൾ നിന്നില്ലേ, ഇനി അവിടെ നിൻ്റെ ജീവിതം അവിടെ നിൽക്കണം എന്ന് പറയാറുണ്ട്. അതായത് പല ഭാഗത്തും നമ്മൾ കാണുന്നത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി സത്യം പറഞ്ഞാൽ ഒരു അനാഥയാവുകയാണ് ചെയ്യുന്നത്. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിന് അവരോട് സ്നേഹം കാര്യങ്ങളൊന്നും ചിലപ്പോൾ കാണുന്നില്ല. അപ്പോൾ അവരൊരു ആശ്രയത്തിന് വിളിക്കുന്നത് ചിലപ്പോൾ വീട്ടുകാരോട്. അപ്പോൾ വീട്ടുകാരുടെ അടുത്ത് വിളിച്ച് പറയുന്ന സമയത്ത് വീട്ടുകാരെ വായിന്ന് ഇങ്ങനത്തുള്ളൊരു വാക്കാണ് വരുന്നെങ്കിൽ അവരെവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരെക്കാളും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അവർക്ക് ചുറ്റും നിന്ന് അവരെ തകർക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇനിയും നമ്മുടെ കൺമുന്നിലും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് മനസ്സ് തകർന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ആ തകർച്ചയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരെ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ലോകത്ത് ഒരാൾക്കും ആത്മഹത്യ എന്നുള്ളൊരു പ്രവണതയിലോട്ട് ആരും പോകാതിരിക്കട്ടെ. അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ആർക്കും നേരിടാൻ പറ്റാതിരിക്കട്ടെ. എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവരും മുന്നോട്ട് പോവുക. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ശരി തന്നെ, നാളെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്കിനി ഞാൻ തകർന്നു പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഒന്നുമില്ലാത്തടത്ത് എത്തിപ്പോയി, എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തകളൊക്കെ വരുന്നതിന് മുൻപേ തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്ത ആദ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. അപ്പം ഇതൊരു സാമൂഹികപരമായിട്ട് ചെയ്യണം എന്ന് തോന്നിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.